എൻ്റെ ഫാദർ 2000 സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. 2013 ഞാൻ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. 19 ഞാൻ ഏകദേശം 20 ഡേയ്സൊക്കെ കൺസിക്യൂട്ടീവ് മന്ത്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നു. കാരണം നമുക്ക് ഒരു വർഷം നമ്മുടെ എല്ലാ ഡീലർമാരെയും ഒന്ന് പേഴ്സണലി മീറ്റ് ചെയ്യണമെങ്കിൽ അതിൽ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ നമ്മൾ കൺസിക്യൂട്ടീവ്ലി 20 ഡേയ്സ് വരെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ 2019 കോവിഡ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ ബിസിനസ് അപ്രോച്ചിനെയാണ് മാറ്റിയത്. പക്ഷേ ആ സമയത്ത് നമ്മൾ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ 2 കസിൻസ് ഉണ്ട്. അവർ ജസ്റ്റ് കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന, ഒരാൾ മീഡിയ ലെവലിൽ പഠിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരെയും കൂട്ടി നമ്മൾ കോവിഡ് ലോക്ക്ഡൗൺ ടൈമിൽ ഒരു 10-40ഓളം വീഡിയോസ് പല മെഷീൻസിൻ്റെ നമ്മൾ എടുത്തു. ഒറ്റ കാരണമുള്ളൂ, നമുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഡീലേഴ്സിനേക്ക് ഇതൊന്ന് കാണിക്കാം എന്നുള്ള ആസ്പെക്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ കോവിഡ് ജസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പോലും അറിയാതെ ഈ വീഡിയോസ് റീച്ചായി എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മളുടെ ഡീലറെ കൺവിൻസ് ചെയ്ത്, ഡീലർ കസ്റ്റമറെ കൺവിൻസ് ചെയ്ത് അവരത് മേടിച്ച് നോക്കുമ്പോഴേ ഇവർക്കിത് അറിയാൻ പറ്റുള്ളൂ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അത് കസ്റ്റമേഴ്സിന് വീഡിയോ ത്രൂ പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ പറ്റുന്നു. അത് നമ്മളുടെ റീച്ച്, നമ്മൾ ചിലപ്പോൾ 2-3 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിന് നമുക്കൊരു 1 മന്ത് 2 മന്ത്സിനുള്ളിൽ തന്നെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നമുക്കുണ്ടായിട്ടുള്ള കാര്യം.